ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനതാ അടിപൊളി സ്നാക്സുമായിട്ടോ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിന് ആ കപ്പിന് ഇതാ സാദാ പാലൊഴിച്ചു. എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, ഈവനിങ് സ്നാക്സുമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിതാ ഈ ഒരു കപ്പിന് അരക്കപ്പിൻ്റെ അടുത്ത് റവയാണ് കേട്ടോ. അതായത് ഒരു 1.5 കപ്പ് റവ ഉണ്ടാവും. അത് ഇതാ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സ്നാക്സാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ കുറുക്കിട്ടോ. ഇനി നമുക്ക് അവിടെ ഇറക്കി വെക്കാം. ഇത് നമുക്ക് കുഴച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചൂടാറിന് ശേഷം ഞാൻ ഇത് അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇതാ ഒരു മുറി തേങ്ങ, ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങേൻ്റെ ഒരു മുറി തേങ്ങ മുഴുവൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം നിന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ മാവ് ഞാൻ ഇതാ ഇങ്ങനെ പരത്തി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യം ഫസ്റ്റ് ഞാനിങ്ങനെ കൈമേൽ പരത്തി കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ പ്രസ്സിലിട്ട് പരത്തി വലുതാക്കി അത് കാണിച്ചിട്ടില്ല. പിന്നെ ഓരോ ഉരുളെടുത്തിട്ട് ഈ ഒരു സൈസിൽ ഉരുളെടുത്തിട്ട് പിന്നെ ഞാൻ പ്രസ്സിലിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പഞ്ചസാരയും തേങ്ങയുള്ള മിക്സ് അതിലേക്ക് കുറേശ്ശെ ഇട്ടെടുക്കുക. അപ്പോൾ ഞാൻ പ്രസ്സിലിട്ട് പരത്തുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രസ്സിലിട്ട് പരത്തിയാൽ മതി. അപ്പോൾ അത്യാവശ്യം വലുപ്പം കിട്ടും. ഇതിപ്പോൾ ഫസ്റ്റ് ഞാൻ കയ്യിൽ ഇങ്ങനെ ഉള്ളും കയ്യിൽ പരത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇനി നമുക്കതേ എല്ലാം അങ്ങനെ പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ കുറച്ച് വലുപ്പത്തിൽ തന്നെ പ്രസ്സിലിട്ട് പരത്തിയെടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ആ പാനെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല തേങ്ങൻ്റെ പഞ്ചസാരൻ്റെ ഒക്കെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതാ 5-6 സെക്കൻഡ് കഴിഞ്ഞ് ഞാനൊന്ന് മറിച്ചിട്ടെടുത്തു. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ 2 ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്ത് മാറ്റാം. ഫസ്റ്റിൽ തന്നെ 3 എണ്ണം ഇട്ടെടുത്തു. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഈ 3 ഞാനിങ്ങനെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അതേമാതിരി നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതും ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റത്തെ ട്രിപ്പ് കോരിയെടുത്തു. ഇനി അതാ സെക്കൻഡ് ഇടാൻ പോവാണ്. ഇതാ സെക്കൻഡ് 2-3 എണ്ണം വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ 3 എണ്ണം ഇട്ടെടുത്തു. അപ്പോൾ ഇതേമാതിരി നമുക്ക് മൊത്തം അങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമുക്ക് സ്നാക്സിനായിട്ട് കൊടുത്തേക്കാം, ഈവനിങ്ങിന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ പൊരിച്ചെടുത്തു. ഇതാ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്.